നമസ്കാരം. ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാ മലയാളികളും സ്ത്രീ പുരുഷ ഭേദമന്യേ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകളിൽ നിന്നും ഉപഭോക്താക്കളുടെ മൊബൈൽ ഫോണുകളിലേക്ക് SMS അലേർട്ടുകളായും ഒപ്പം ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ വിലാസങ്ങളിലേക്കും നിരന്തരമായി ചില സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഇത് മറ്റൊന്നുമല്ല, കേന്ദ്ര സർക്കാർ സാധാരണക്കാർക്കായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ജനപ്രിയമായ ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയുടെ വാർഷിക പുതുക്കലുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഈ മെസ്സേജ് കണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല. എന്നാൽ എന്തിനാണ് ഈ പണം ഈടാക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി അക്കൗണ്ടിൽ ആവശ്യത്തിന് ബാലൻസ് സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഈ ഒരു അറിയിപ്പ് ബാങ്കുകൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളിലേക്ക് പോകാം. കേന്ദ്ര സർക്കാരിന്റെ പ്രമുഖ ആരോഗ്യ ഇൻഷുറൻസ് സുരക്ഷാ പദ്ധതിയായ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്ന ഇൻഷുറൻസിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇപ്പോൾ പണം ഈടാക്കാൻ പോകുന്നത്. GST ഉൾപ്പെടെ ആകെ 436 രൂപയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ ഒരു ഇൻഷുറൻസ് പ്രീമിയം തുകയായി ഓട്ടോമാറ്റിക്കായി ഡെബിറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഈ വരുന്ന മെയ് മാസം 26-ാം തീയതിക്കും മെയ് 31-ാം തീയതിക്കും ഇടയിലുള്ള ദിവസങ്ങളിലായിരിക്കും നമ്മുടെ അക്കൗണ്ടുകളിൽ നിന്നും ബാങ്കുകൾ ഈ തുക പിൻവലിക്കുക. അതുകൊണ്ട് ഈ സ്കീമിൽ ചേർന്നവർ എല്ലാവരും തന്നെ തങ്ങളുടെ അക്കൗണ്ടിൽ കൃത്യമായി 436 രൂപയോ അതിനു മുകളിലുള്ള ബാലൻസ് തുക മെയ് 25-ന് മുൻപായി തന്നെ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിൽ പണമില്ലാത്തത് കാരണം ഈ പ്രീമിയം തുക കൃത്യസമയത്ത് അടയ്ക്കാൻ സാധിക്കാതെ വന്നാൽ നിലവിലുള്ള നിങ്ങളുടെ വലിയൊരു ഇൻഷുറൻസ് പരിരക്ഷ റദ്ദായി പോകാൻ അത് കാരണമാകുമെന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മറക്കരുത്. നമ്മുടെ സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഇതിൽ നേരത്തെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം അംഗങ്ങളായിട്ടുണ്ടാകാം. എന്നാൽ ഇതുകൂടാതെ നമ്മളിൽ ഭൂരിഭാഗം പേരും അറിയാതെ തന്നെ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ ഇതിനകം തന്നെ ഭാഗമായിട്ടുണ്ടാകാൻ വലിയൊരു സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ പുതിയതായി ഒരു സേവിങ്സ് അക്കൗണ്ട് ആരംഭിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നും വ്യക്തിഗത ലോണുകളോ കാർഷിക വായ്പകളോ സ്വർണ്ണപ്പണയ വായ്പകളോ ഒക്കെ കൈപ്പറ്റുന്ന സമയത്തോ ബാങ്കിലെ ഉദ്യോഗസ്ഥർ തന്നെ നമ്മുടെ സുരക്ഷ മുൻനിർത്തി നമ്മളെ ഇത്തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർത്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ICICI തുടങ്ങി നിങ്ങൾ ഏത് ബാങ്കിലാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതെങ്കിലും ഈ സ്കീമിൽ നിങ്ങൾ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് ഈ 436 രൂപയുടെ മെസ്സേജ് ഉറപ്പായും വന്നിട്ടുണ്ടാകും. സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 2015 മെയ് മാസം 9-ാം തീയതി രാജ്യവ്യാപകമായി ആരംഭിച്ച ഒരു ബൃഹത്തായ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന. ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് ഏതെങ്കിലും കാരണത്താൽ പെട്ടെന്ന് മരണം സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അല്ലെങ്കിൽ അദ്ദേഹം അക്കൗണ്ടിൽ വെച്ചിട്ടുള്ള നോമിനിക്ക് 2 ലക്ഷം രൂപയുടെ ധനസഹായം ലൈഫ് ഇൻഷുറൻസ് കവറേജായി കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകും എന്നതാണ്. അപകടമരണം മാത്രമല്ല, സ്വാഭാവികമായ മരണം അല്ലെങ്കിൽ രോഗങ്ങൾ മൂലമുള്ള മരണം തുടങ്ങി ഏതു വിധേനയുള്ള മരണം സംഭവിച്ചാലും ആ വ്യക്തിയുടെ കുടുംബത്തിന്റെ സംരക്ഷണത്തിനായി ഈ 2 ലക്ഷം രൂപ നോമിനിയുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് വഴി കൈമാറുന്നതാണ്. ഒരു വർഷത്തെ മുഴുവൻ സുരക്ഷയ്ക്കായി വെറും 436 രൂപ മാത്രമേ ഈടാക്കുന്നുള്ളൂ എന്നത് തന്നെയാണ് ഈ പദ്ധതിയെ ഇത്രയധികം ജനപ്രിയമാക്കുന്നത്. ഈ സുരക്ഷാ പദ്ധതിയിൽ ചേരുന്നതിനും ഇതിന്റെ ആനുകൂല്യങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നതിനും കൃത്യമായ ചില പ്രായപരിധികൾ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. 18 വയസ്സ് പൂർത്തിയായവർ മുതൽ പരമാവധി 50 വയസ്സ് വരെ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും പുതുതായി ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ യോഗ്യതയുണ്ട്. ഈ സുരക്ഷാ പദ്ധതിയിൽ ചേരുന്നതിനും ഇതിന്റെ ആനുകൂല്യങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നതിനും കൃത്യമായ ചില പ്രായപരിധികൾ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. 18 വയസ്സ് പൂർത്തിയായവർ മുതൽ പരമാവധി 50 വയസ്സ് വരെ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും പുതുതായി ഈ ഇൻഷുറൻസ് സ്കീമിൽ ചേരാൻ യോഗ്യതയുണ്ട്. എന്നാൽ 50 വയസ്സ് തികയുന്നതിന് മുൻപായി ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തിക്ക് എല്ലാ വർഷവും കൃത്യമായി പ്രീമിയം തുക പുതുക്കി അടച്ചുകൊണ്ട് പരമാവധി 55 വയസ്സ് വരെ ഈ ഒരു ഇൻഷുറൻസ് കവറേജ് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് പുതുതായി അപേക്ഷിക്കാൻ സാധിക്കില്ല. ഇനിയും ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ
നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുള്ള ഹോം ബ്രാഞ്ചിൽ നേരിട്ടെത്തി ഒരു അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മാത്രം മതിയാകും. നിങ്ങളുടെ ആധാർ കാർഡിന്റെ വിവരങ്ങളും ഒപ്പം നിങ്ങളുടെ മരണശേഷം പണം ലഭിക്കേണ്ട നോമിനിയുടെ കൃത്യമായ വിവരങ്ങൾ നൽകി വളരെ ലളിതമായ പ്രോസസ്സിലൂടെ ആർക്കും ഇതിൽ പങ്കാളികളാകാം. നിലവിൽ രാജ്യമെമ്പാടുമായി ഏകദേശം 30 കോടിയോളം ജനങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്ന് തങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലും ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ആളുകൾ ഈ സ്കീമിന്റെ ഗുണഭോക്താക്കളായി തുടരുന്നുണ്ട്. ഇവിടെ എല്ലാവരും പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഇതുവരെ ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാത്ത അല്ലെങ്കിൽ അപേക്ഷ നൽകാത്ത ആളുകളുടെ അക്കൗണ്ടിൽ നിന്നും യാതൊരു കാരണവശാലും ഈ 436 രൂപ ബാങ്കുകൾ ഈടാക്കുകയില്ല. അതുകൊണ്ട് അവർ ആശങ്കപ്പെടേണ്ടതില്ല. വർഷത്തിൽ ഏത് മാസത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ പദ്ധതിയിൽ പുതുതായി ചേരാൻ സാധിക്കുമെങ്കിലും ചേരുന്ന മാസത്തെ അടിസ്ഥാനമാക്കി ആദ്യത്തെ തവണ പ്രീമിയം തുകയിൽ ചെറിയ കുറവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും എല്ലാ വർഷവും മെയ് മാസത്തിൽ ഇത് പുതുക്കുമ്പോൾ കൃത്യമായി 436 രൂപ തന്നെയാണ് അക്കൗണ്ടിൽ നിന്നും കുറയുക. വളരെ ഉപകാരപ്രദമായ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ പ്രധാനപ്പെട്ട അറിയിപ്പുകൾക്കായി നമ്മളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. Please subscribe our channel.